കാന്ത വീവിങ്ങിൻ്റെ കൂടെ തന്നെ പല്ലുവിലും ബ്ലൗസിലും നമുക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേൺ വന്നിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സാരിയാണ്. ലൈറ്റ് വെയ്റ്റ് ഭഗൽപുരി ലിനൻ ആൻഡ് കാന്ത വീവിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുൾ ബോഡിയിൽ വൈറ്റ് യാൻസ് യൂസ് ചെയ്തിട്ടുള്ള ജോമെട്രിക് പാറ്റേണിലാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ജോമെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി സിമിലർ ടു ഇക്കത്തിൻ്റെ പാറ്റേൺസിനോട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻസൈഡ് പോർഷന് നമുക്ക് ഇതേപോലെ തന്നെ ഔട്ട്സൈഡ് പോലെ തന്നെയാണ് കേട്ടോ ഇൻസൈഡും വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് ആ ഒരു പല്ലുവിൻ്റെ ആ പോർഷനിൽ മാത്രം യു ക്യാൻ സീ ദിസ് ഇറ്റ്സ് ദി ഇൻസൈഡ് പോർഷൻ എന്നുള്ളത് അത് എംബ്രോയിഡറി വരുന്നതിൻ്റെയാണ്. പിന്നെ ഈ പേപ്പർ പിന്നെ അങ്ങ് പോകുന്നതാണ് കേട്ടോ. ദിസ് ഇസ് ടു സപ്പോർട്ട് ദി എംബ്രോയിഡറി. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഒരു അതങ്ങ് മാറുന്ന ഒരു പേപ്പർ തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഗ്രീൻ കളറിൽ ലീഫ് പാറ്റേണും ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന പിങ്കിൻ്റെ തന്നെ ഒരു ടു ടോൺസിലാണ് അതിൻ്റെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു പ്ലേസ് ഇറ്റ് ഫോർ ദി സ്ലീവ്സ് ആൻഡ് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ഏരിയാസിൽ വെക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്ച്വലി വന്നിട്ടുണ്ട്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് പ്ലെയിൻ സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സാരിയുടെ കൂടെയും നമുക്ക് ഇൻസൈഡ് പോർഷനിൽ കുറച്ചൊരു പോർഷനിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. അത് ഉടുത്ത് കുത്തുന്നതാണ് കേട്ടോ. അത് നമുക്ക് അത് വേറെ ഒരു ബ്ലൗസ് പീസായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ആ ഒരു ഇൻസൈഡ് പോർഷൻ മാത്രം നമുക്ക് അതിനകത്ത് വീവിങ് പാറ്റേൺ ഇല്ലാണ്ട് വരുന്നുണ്ട്. ആൻഡ് സീക്വൻസ് വീവിങ്ങും എംബ്രോയിഡറിയുടെയും ഓൾട്ടർനേറ്റ് കോമ്പിനേഷൻസിലാണ് അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത്. അത്യാവശ്യം ലോങ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ടാസൽസ് സെൽഫ് ത്രെഡ് യൂസ് ചെയ്ത് തന്നെ നോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് 199 റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു വയലറ്റ് ചേർന്നൊരു ബ്ലൂ ഇല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ഡബിൾ ഷെയ്ഡ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദ പല്ലു ഓൾസോ യു കൻ സീ ദ വെഫ്റ്റ് യാൻസ് ആർ ബ്ലൂ ആൻഡ് ദ വാപ്പ് യാൻസ് ആർ നമുക്കിതിനകത്ത് വയലറ്റ് ടോണിലാണ് വന്നിരിക്കുന്നത്. വെരി കംഫർട്ടബിൾ, ലൈറ്റ് വെയ്റ്റ്, നമുക്ക് ഉടുക്കാൻ പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്സും ആക്ച്വലി നല്ല ഭംഗിക്ക് തന്നെ അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. പ്ലീറ്റ് പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു ഈ ഒരു പല്ലുവിൻ്റെ എംബ്രോയിഡറി പോർഷൻ നമുക്ക് ജസ്റ്റ് ചുറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് പ്രോപ്പർലി. 199 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. NHH 223. ഈ ഒരു സ്റ്റൈലിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ആ ഒരു കംഫർട്ട് ഫിറ്റിൻ്റെ അകത്ത് ഒരു പെലാസോ പാൻറ്റ്. അപ്പോൾ അതൊരു പ്രിൻറ്റഡ് ലുക്കിലും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോർട്ടർ ടോപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ സ്ലിറ്റഡ് ആയിട്ട് ഫ്രണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര രസമായിരിക്കും. ആൻഡ് ദിസ് ഇസ് എ സമ്മർ എസെൻഷ്യൽ ഫോർ ദ വാർഡ്രോബ്. അപ്പോൾ ഇത് കോട്ടൺ, പ്യുവർ കോട്ടൺ, കോറ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഹക്കോബ, വി ഹാവ് ബ്ലോക്ക് പ്രിൻറ്റ് ആൻഡ് ദെൻ വി ഹാവ് എംബ്രോയിഡറി ഡീറ്റെയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലേസ് ഡീറ്റെയിലിംഗും കൊടുത്താണ് ഇതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വിത്ത് എ ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ബോട്ടം. അപ്പോൾ നമുക്ക് നല്ലൊരു പെലാസോ ഫിറ്റിൽ നമുക്ക് നല്ല ഇച്ചിരി ഫ്ലെയർ ഒക്കെ ഇട്ട് നല്ലൊരു പാൻസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും. നമുക്ക് ആ ഒരു സൈഡ് പാനലിൻ്റെ അവിടെ ആ ഒരു പ്രിൻറ്റ് വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇറ്റ് വിൽ ബി വെരി നൈസ്. അപ്പം അതിനകത്ത് കളർ കോമ്പിനേഷൻസ് വൈസ് വരുന്ന വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കളർ വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ബോട്ടം. കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ട ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് വീവിങ് സ്റ്റൈലിൽ ചെക്സ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ലേസ് എഡ്ജ് വരുന്നുണ്ട് ആൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആൻഡ് മോട്ടീവ്സും വരുന്നുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് എന്താ പറയുക, അത് പാനൽഡ് ആയിട്ടാണ് വരുന്നത്. സോ ബ്ലോക്ക് പ്രിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെൻറ്റർ പോർഷൻ്റെ അകത്തും ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു മോട്ടീവ്സ് ആയിട്ടുള്ള ലുക്കാണ്. ആൻഡ് ഡയമണ്ട് പാറ്റേൺ ആണ് ഇതിനകത്ത് ഹക്കോബയ്ക്ക് കൊടുത്തേക്കുന്നത്. സീക്വൻസ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു ടൈ പാച്ച് ഫ്രണ്ടിൽ. ആൻഡ് സൈഡിൻ്റെ അവിടെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പ്രിൻസസ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എംബ്രോയിഡറി വിത്ത് ഷിഫ്ലി ഡീറ്റെയിലിംഗ്, ലേസ്ട്രം വെച്ചിട്ടാണ് അത്, ലാഡർ ലേസ്ട്രം വെച്ചിട്ടുള്ള ജോയിനിങ്. ആൻഡ് സൈഡ് പാനലിലോട്ട് പോകുമ്പോഴത്തേക്ക് യു ഹാവ് അഗൈൻ പോൾക്ക ഡോട്ടഡ് ഡിസൈൻ. സ്ലീവിൻ്റെ അകത്തും നമുക്ക് നെക്സ്റ്റ് പാനലിനകത്ത് കാണാം കേട്ടോ. അത് കുറച്ചുകൂടി ഇപ്പം കൺഫ്യൂഷൻ ആവില്ല എന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നെക്സ്റ്റിൻ്റെ അകത്ത് കാണാം. ഈ ഒരു എഡ്ജ് ലേസ് എഡ്ജ് കൂടെ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ വി ഹാവ് യെല്ലോ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ, ദെൻ വി ഹാവ് ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ പാനലിംഗ് ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലോ പോർഷനിലും ഇതേപോലെ തന്നെ പാനലിംഗ് വന്നിട്ടുണ്ട്. ബോർഡർ ആൻഡ് നമുക്കൊരു വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ബേസ് ആൻഡ് ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ക്രോഷ്യ ഡീറ്റെയിൽ ഫോർ ദ ലേസ്
ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ്. സ്ലീവും 3/4 സ്ലീവിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക് പാനൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, സിമ്പിൾ ബ്ലോക്ക്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദിസ് ഇസ് എ റെഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. ഒരു പിങ്കിഷ് റെഡാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ദസ് ഹൗസ് ഗോയിങ് ടു ലുക്ക്. കോറ കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ബ്ലീച്ച്ഡ്, ഇറ്റ്സ് നോട്ട് ഡൈഡ്. അപ്പോൾ അങ്ങനെ നാച്ചുറൽ കോട്ടൺ കളറിലാണ് വന്നിരിക്കുന്നത്. സെയിം ബോട്ടമാണ് അതിൻ്റെ കൂടെ ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈവൻ ഇപ്പോൾ ഒരു സിമ്പിൾ ഗ്രേ ടോപ്പിൻ്റെ കൂടെയോ അങ്ങനെ വേണമെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ, കോട്ടൺസിനകത്തൊക്കെ വന്നിട്ട്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ലുക്ക് ഒരു ടീൽ ഗ്രീൻ കോമ്പിനേഷനാണ് ലാസ്റ്റ് ലുക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇത് 1600 അബോ റേഞ്ചിലാണ് വരിക. അതിൻ്റെ പ്രൈസ് റേഞ്ച് കറക്റ്റായിട്ട് വരുന്നത് 1649, SW 1625 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ഗ്രേ ആൻഡ് ടീൽ കോമ്പിനേഷൻ. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ആ ഒരു ജയ്പൂരി കളേഴ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കോമ്പിനേഷൻ. സോ ദിസ് ഇസ് വെരി നൈസ്. ആൻഡ് സെയിം ബോട്ടം, ദിസ് ഇസ് ദി ടോപ്പ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ, സ്റ്റിഫ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതിനകത്തൊരു ഇച്ചിരി ട്രാൻസ്പെറൻസി വരും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എ ലൈൻ ലൈനിങ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആൻഡ് യു ക്യാൻ ഗിവ് എ ഹൈ സ്ലിറ്റ് പാറ്റേൺ ഫോർ ദിസ്, ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി നൈസ്. എ ലൈൻ ആക്കിയില്ലെങ്കിൽ ലോ സ്ലിറ്റിൽ ലൈനിങ് ചെയ്തിട്ട് ഹൈ സ്ലിറ്റിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടൈപ്പ് ഡീറ്റെയിലൊക്കെ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരികയും ചെയ്യും. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി എ വെരി നൈസ് ലുക്ക്. ചെക്ക് ഔട്ട് www.aham.store. സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് സാരീസ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്കിലും ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി ബോർഡറും കൂടെ വന്നിട്ടുള്ള കളക്ഷനാണ്. നമ്മൾ ഇതിനോട് സിമിലർ ആയിട്ടാണ് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഡിഫറെൻറ്റ് ബനാറസി പാറ്റേൺസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിലും ഒക്കെ നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ളതാണ്. അത് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്രിൻറ്റഡ് ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളേഴ്സ് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നേവി ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് യെല്ലോ എന്ന് പറയുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ. ദെൻ റെഡ്, വി ഹാവ് ഗ്രീൻ ആൻഡ് ദെൻ വി ഹാവ് വയലറ്റ്. എല്ലാം യെല്ലോയുടെ കൂടെ ചേരുന്ന കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ ഈ ഒരു സെറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്, കൊടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നമുക്ക് ഈവൻ സീ ദ ബ്ലോക്സ് ഇൻ ഇറ്റ് ആക്ച്വലി. ആൻഡ് ഇതെല്ലാം നമുക്കൊരു ഭയങ്കര ബോൾഡർ പ്രിൻസ് അല്ല, നമുക്കൊരു ആസ്റ്റാക് ഡിസൈൻസിനകത്ത് നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോമെട്രിക് പാറ്റേണിൽ വരുന്ന ഡിസൈനാണ്. അപ്പോൾ ബോർഡർ ഷോർട്ടറായിട്ടും ലോ ബോർഡർ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ട്രഡീഷണൽ ബനാറസി പാറ്റേൺസിൻ്റെ അതേ ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ അതെടുത്തേക്കുന്നത്. പവലൂം സാരിയാണ്. 299 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് സോഫ്റ്റ് ചന്തേരി ഫിനിഷ് സാരീസ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇതിലാണ് വന്നിരിക്കുന്നത്. സ്റ്റിഫ് ചന്തേരീസ് അല്ല, അത് ഭയങ്കര സോഫ്റ്റ് ഒന്ന് കുഴഞ്ഞ് കിടക്കുന്ന ഒരു മൊഡാലിൻ്റെ ഒക്കെയുള്ള ഒരു ഫിനിഷിങ് വന്നിട്ടുള്ള ചന്തേരി സാരീസ്. ചെറിയൊരു ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് എടുത്ത് നിൽക്കില്ല. ബട്ട് ദ ഫാബ്രിക് ഇസ് ഒരു ലൈറ്റ്ലി വോവൻ ഫാബ്രിക് ഫോർ യുവർ കംഫർട്ട്. ആൻഡ് ദ ബ്ലൗസ് ഇസ് ഓൾസോ പ്രിൻറ്റഡ്. അപ്പോൾ വിത്ത് ബോർഡർ ആൻഡ് ഒരു ലൈറ്റായിട്ട് വന്നിരിക്കുന്ന പ്രിൻ്റ് ഡിസൈൻ, സിംഗിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് ഡിസൈനാണ്. ഒരു ഫ്ലോറൽ അബ്സ്ട്രാക്റ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന ലുക്ക്. സോ ദിസ് ഇസ് മറൂൺ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷൻ. ആൻഡ് ദെൻ നമുക്കതിനകത്ത് നെക്സ്റ്റ് ഷെയ്ഡായിട്ട് കാണാം കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ലുക്കും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. പല്ലുവിൽ വന്നിരിക്കുന്ന പ്രിൻ്റാണ് നമുക്ക് ഇതിനകത്ത് ആ ഒരു ബ്ലൗസിൻ്റെ അകത്തും വരുന്നത്. അതേപോലത്തെ ലുക്കിൽ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് എ ബ്രൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, പീകോക്ക് ഗ്രീനിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അത് വിത്ത് യെല്ലോ. ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ആണ്, പക്ഷെ നമുക്ക് അപ്പർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഉള്ളൊരു ഫീല്, ഷോർട്ടർ ഫീല് വരത്തില്ല കേട്ടോ. ആണ് അതിൻ്റെ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ആൻറ്റീക്ക് ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആൻറ്റീക്ക് സിൽവറാണ് കേട്ടോ വരിക. സോ ലെറ്റ്സ് സീ ദി ഇൻസൈഡ് ഓഫ് ദി സാരി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ബ്രൗണിൻ്റെ കൂടെ സിൽവറാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത്. വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തും സിൽവർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗോൾഡിനെക്കാട്ടിലും
സിൽവർ ടോണിലാണിത് എടുത്ത് നിൽക്കുന്നത്. നമുക്ക് യെസ് എല്ലാം സിൽവറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പല്ലുവിലും നമുക്ക് ആ ഒരു സിൽവർ സെറിയുടെ ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. വെരി പ്രിറ്റി. അത് നമുക്ക് ആ ഒരു ബ്രൗണിൻ്റെ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമേ അത് ആൻറ്റി ഗോൾഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഗ്രീനിൻ്റെ അകത്ത് കുറച്ചും കൂടി ആ സിൽവർ എടുത്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കാണുമ്പോൾ മനസ്സിലായത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഷെയ്ഡ് പർപ്പിൾ. സെയിം പ്രിൻറ്റ് ഡിസൈൻ തന്നെയാണ് അതിനകത്ത് എല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ്. ആൻഡ് ദിസ് ഇസ് ദി സാരി. നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. എല്ലാം ഉടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്കിപ്പോൾ 9 to 5 ആയിട്ടുള്ള ഒരു ജോബിനാണെങ്കിലും നല്ലതാണ്. ഒക്കേഷണൽ വെയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ക്യാരി ചെയ്യാൻ പറ്റും. 299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ആൻഡ് അതിൻ്റെ കോഡ് വരുന്നത് SMC 104.